ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 33 ദിവസമാണ് പിന്നിടുന്നത്. ഡൊമിനിക്കൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണം റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ്. ഇനി കേരള ബോക്സ് ഓഫീസിൽ തുടരും എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്ന 118 കോടി 90 ലക്ഷം എന്ന റേഞ്ചാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്രയും മറികടക്കാനുള്ളത്. നിലവിൽ അഞ്ചാമത്തെ ഞായറാഴ്ച കൂടിയായ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 1 കോടി 90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യം 31 ദിവസം കൊണ്ട് കേരളത്തിൽ 109 കോടി 90 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ 32 ദിവസം പിന്നിടുമ്പോൾ 111 കോടി 80 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 33 ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കൊച്ചി PVR ലുലുവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഇന്ന് ഈ സിനിമയുടെ ടിക്കറ്റ് നിരക്ക് 129 രൂപയായി കുറച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ OTT റിലീസിംഗ് ഒക്ടോബർ 15 ശേഷം മാത്രമേ നടക്കൂ എന്ന അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28 ലോക സിനിമയ്ക്കും ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഹൃദയപൂർവ്വം. ഒരു മികച്ച ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിരുന്നത്. ചിത്രം തിയേറ്ററിലെത്തി 30 ദിവസം ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പൂർത്തിയാക്കിയെങ്കിലും അഞ്ചാമത്തെ ഞായറാഴ്ച കൂടിയായ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 5,35,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം 32 ദിവസത്തെ കേരള കളക്ഷനായി 42 കോടിയിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. അതേസമയം ഹൃദയപൂർവ്വം എന്ന സിനിമ OTT-യിലും മികച്ച ട്രെൻഡിങ്ങാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി നവാഗതനായി ഉണ്ണി ശിവരംഗം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് തമിഴ് മലയാളം എന്നിങ്ങനെ 2 ഭാഷകളിലായി തിയേറ്ററിലെത്തിയ സിനിമയാണ് ബൾട്ടി. കേരളത്തിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്നത് മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ശരാശരി അഭിപ്രായവും കളക്ഷനും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മൂന്നാമത്തെ ദിവസവും ആദ്യ ഞായറാഴ്ചയും കൂടിയ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 1 കോടി 29 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി 23 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. നോബൽ ബാബു തോമസിന്റെ തിരക്കഥയിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 25 വ്യാഴാഴ്ച തിയേറ്ററിൽ മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് കരം. ചിത്രത്തിൽ നോബൽ ബാബു തോമസ്, ഇവാൻ വുക്കോമാനോവിച്ച്, ഓട്രി മറിയം ഹേനസ്റ്റ്, മനോജ് കെ ജയൻ, കലാഭവൻ ഷാജോൻ, ബാബുരാജ് എന്നിങ്ങനെയാണ് താരങ്ങൾ. ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് വമ്പൻ ബഡ്ജറ്റാണ്. ഏകദേശം 30 കോടി ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സിനിമയുടെ നിർണായകമായി ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ ഈ സിനിമ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് സംജാതമായിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 17,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 10 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഫൈനൽ കളക്ഷനായി ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2 കോടി പോലും നേടിയെടുക്കാനാകില്ല എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. പവൻ കല്യാൺ നായകനെ സുജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയായ OG സെപ്റ്റംബർ 25 വ്യാഴാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയത്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് ആഗോളതലത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ തമിഴ് തെലുങ്ക് പതിപ്പ് മാത്രമാണ് റിലീസ് ചെയ്യപ്പെട്ടത്. മലയാളം പതിപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ചിത്രത്തിന്റെ കളക്ഷനെ ഇത് ബാധിച്ചിട്ടുണ്ട്. 4-ാം ദിവസം കൂടി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 6,67,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 4 ദിവസം കൊണ്ട് 35 ലക്ഷമാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ആസിഫ് അലി നായകനായി ജിത്തു ജോസ് സംവിധാനം ചെയ്ത മിറാജ് എന്ന സിനിമ സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയത്. മിക്സഡ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമ 2-ാമത്തെ ഞായറാഴ്ച കൂടി ഇന്നലെ 10-ാം ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 29 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 5 കോടി 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്ക് അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ടെങ്കിലും സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് ബോക്സ് ഓഫീസിൽ സിനിമ കൂപ്പുകുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് റേറ്റായി പുറത്തു വന്നിരിക്കുന്നത് 10 കോടിക്ക് മുകളിലാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.